അപ്പോൾ ഈ ഡബിൾ ഡെക്കർ ബസ് യാത്ര ചെയ്യുമ്പോൾ പലവിധമായിട്ടുള്ള വലിയ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ വഴിയിലൂടെ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതിനൊരു സുരക്ഷിതത്വം ഉണ്ടോ എന്നൊക്കെ അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സംശയമായിരുന്നു ആളുകൾക്ക് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് 3 പേര് ഡ്രൈവർമാരെ പരിശീലനം നൽകി കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ വഴിയിലൂടെ യാത്ര? നമ്മൾ അല്പം ഒന്ന് കെയർ ശ്രദ്ധിച്ച് ഓടിക്കുന്നതാണല്ലോ. ടോപ്പ് മുട്ടാണ്ടും കെയർ ബോർഡ് എടുക്കുമ്പോൾ കൂടുതൽ ഒലയാണ്ടും ആ രീതിയിൽ എടുക്കണമെന്നുള്ളൂ. വേറെ ശ്രദ്ധിച്ചു നിലവിൽ നമുക്കത് ഫീൽ ചെയ്യണില്ല. നല്ല രീതിയിൽ തന്നെ അത് ബോഡി ബിൽഡ് ചെയ്തേക്കണേ. ഈ മുകളിൽ ആൾ കയറിയാലും കൂടുതലായിട്ട് ഒലയാത്ത രീതിയിൽ തന്നെ അത് ബിൽഡ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി പ്രത്യേക രീതിയിലാണ് ചെയ്തത്. തീർച്ചയായിട്ടും പ്രത്യേക രീതിയിൽ തന്നെ അത് ചെയ്തേക്കണേ. 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകുള്ളൂ. അതിന് വേണ്ടിലേക്ക് റെസിസ്റ്റ് ചെയ്യുക, 40 കിലോമീറ്റർ റെസിസ്റ്റ് ചെയ്യുക. പിന്നെ സാവകാശം പോയാലാണുള്ളത്. ഇത് സൈറ്റ് സീന് വേണ്ടിയിട്ട് പോകണതല്ലേ. ഒരു കാര്യം വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇത് വലിയ വേഗതയിൽ പോകുന്ന ഒരു ബസ്സല്ല, വളരെ പതിയെ 40 കിലോമീറ്റർ വേഗത മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അതിലും കുറച്ച് വേഗതയിൽ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും അത് സുരക്ഷിതമായി തന്നെ പോകാൻ, യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഈ പരിശീലനമൊക്കെ കിട്ടി ഈ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ പറയുന്നത്. ഇനി നമുക്ക് ആളുകളുടെ പ്രതികരണം കൂടി ഒന്ന് നോക്കണം. എങ്ങനെയുണ്ട് ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ച എന്നൊക്കെ കാണാം. അപ്പോൾ ഈ ഡബിൾ ഡെക്കറിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. മുകളിലത്തെ ഭാഗത്തു നിന്നാണ് ഏറ്റവും നന്നായി യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. ഒത്തിരി ആളുകളുണ്ട്, നമുക്ക് അവരോടും ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിലെ യാത്ര. ഒരു രക്ഷയില്ല. നമ്മുടെ കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്നത്. ഇന്നിപ്പോൾ ഇതിനായിട്ടൊന്ന് എറണാകുളം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. മുകളിലത്തെ ഫ്ലോറിൽ അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ യാത്ര എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു അനുഭൂതിയാണ്. മൂന്നാർ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് മൂന്നാർ നമുക്ക് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. There were not seats, but 2 people didn't come. So luckily we got their seat. We are happy. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് വരുന്നത്. അതെ ബുക്ക് ചെയ്ത് വന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ റിസർവേഷനാണ്. ഇതിന് കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ റിസർവേഷൻ തന്നെയാണ്. ഒരു 150ഓളം പേര് ഇത് ഈ സംസ്ഥാനത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും ഇത് ബുക്ക് ചെയ്ത് തന്നെ ആൾക്കാരുണ്ട്. ആ 150 പേര് ഇതിൽ യാത്ര കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങൾ, ഇപ്പോൾ മാട്ടുപ്പെട്ടി ആയിക്കോട്ടെ, ടോപ്പ് സ്റ്റേഷൻ ആയിക്കോട്ടെ, മറ്റേ മറിയൂർ ഭാഗത്തുള്ള വ്യൂ ആയിക്കോട്ടെ, അങ്ങോട്ടൊക്കെ പോകാനായിട്ട് അത് മറ്റൊരു ചോയ്സ് ബാക്കി സമയം അത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ ടാക്സി തൊഴിലാളികളൊക്കെ ഇത് തങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് പറയുമ്പോൾ അവർക്ക് കൂടി ഗുണമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് KSRTCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ പോലും ഇവിടെ നിന്ന് എടുക്കുന്നില്ല, പകരം ഈ ഡബിൾ ഡെക്കറിൽ കയറണം എന്നാഗ്രഹിച്ച് ബുക്ക് ചെയ്ത് എത്തുന്നവർ മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്. മറ്റ് യാത്രക്കാരുടെ പ്രതികരണവും നമ്മൾ കേട്ടു. അതിൽ നിന്ന് നമുക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.